അടിപൊളി ഇറച്ചി കേട്ടോ അല്ലേ ബാബു? ഇറച്ചി കിട്ടിലോസ്ക്ക് ഇറച്ചി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതേപോലെ നല്ല അരിയല്ലേ ഇന്നത്തെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നോല് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. എടുത്തുന്ന് വിചാരിച്ചോണ്ട് ഭയങ്കര സന്തോഷം. എടുത്തു വിചാരിച്ചേ ഓൻ്റെ ഒരു സന്തോഷേ. അവിടെ കിടക്ക് കുറച്ച് നേരത്തിന് ഒക്കെ ഇട്ടെടുത്താളി. അവിടെ വെച്ച് കൊടുക്കാം ആദ്യം, എന്നിട്ട് അമർത്തി കൊടുക്കണം. അത് ഞാൻ തന്നെ ചെത്തിക്കോട്ടെ. അവന് കാലം കുത്തിരുത്തിട്ടോള് ഇത് ഞാൻ പിടിച്ചു കൊടുക്കാം. ഇട്ട് കൊടുക്കണേ. അതിൻ്റെ വിരല് നോക്കിയാണേ. ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ് ഇത് അന്നത്തെ ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബിരിയാണിയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മളെ ബേബിൻ്റെ പൂവിൻ്റെ കുട്ടീൻ്റെ 40ആണെന്ന്. അപ്പോൾ പൂവിൻ്റെ 40 എന്ന് പറയല്ലേ, അപ്പോൾ 40ആണെന്ന്. എന്നിട്ട് അതിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്നലെ കണ്ടത് നിങ്ങള്. അത് വേറെ സ്പെഷ്യൽ ബിരിയാണി. കാരണം അത് വേറെ ചിക്കൻ ബിരിയാണിയും പിന്നെ എന്തൊക്കെയാണ് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ് അടുത്ത ശരിയപ്പോ നിർത്താം. ബീഫ് ഫ്രൈ കണ്ടിട്ടുള്ളത് ഇന്നത്തെ വിഭവങ്ങളാണ്. പറയും ബീഫ് ഫ്രൈ അടിപൊളി ഫ്രൈ ആണ് കേട്ടാ. സെറ്റ് ബീഫ് ഫ്രൈയും അതുപോലെ കിഡിലോസ്കി ബിരിയാണി ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കലൊക്കെ കഴിഞ്ഞു കൊണ്ടു ഞങ്ങള്. ഇല്ല വരാവോ? ടേസ്റ്റ് ചെയ്ത് നോക്കലൊക്കെ നമ്മൾ എപ്പോഴോ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. ബാക്കിയുള്ളത് നമുക്ക് വിശദമായി കാണാം. അടിപൊളി ഇറച്ചി കേട്ടോ അല്ലേ ബാബു? ഇറച്ചി കിഡിലോസ്കി ഇറച്ചി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതേപോലെ നല്ല അരിയല്ലേ ഇന്നത്തെ. ഇന്നത്തേക്കാട്ടിലും കുറച്ച് ക്വാളിറ്റി കൂടിയോ അരി ബാബു? അരി മാറിയിക്കണല്ലേ? ഇന്നൊന്നും കൂടി ഒന്ന് നന്നായില്ലേ? അടിപൊളി ബിരിയാണിയാണ് ഇന്നത്തെ. എത്ര കിലോ ആവും ഇതെന്ന് വെച്ചേ? ഞങ്ങൾ നോക്കിയതാണ്. എത്ര? 4 കിലോന് അല്ലേ? 4 കിലോനാണ് കേട്ടോ ബിരിയാണി ഇന്നത്തെ. ഇത് എത്ര കിലോനാ ബീഫ് ആവോ? 3 കിലോനല്ലേ? 3 കിലോ ബീഫും 4 കിലോന് എന്ത് ചിക്കൻ 5 കിലോനാണ്. 4 കിലോ റൈസ് ആണ് അല്ലേ? ഒരുപടി മുഴുക്കാണ്. എല്ലാവരും 3 കിലോ 4 കിലോ അരി വാങ്ങണമെങ്കിൽ 3 കിലോ ചിക്കൻ വാങ്ങാം. ഞങ്ങൾ 3 കിലോ അരി വാങ്ങണമെങ്കിൽ 5 കിലോ ചിക്കൻ വാങ്ങാം. അടിപൊളി.
അങ്ങനെ ചിക്കൻ എടുക്കാൻ തുടങ്ങിയില്ല അപ്പോ ചിക്കൻ എടുക്കാൻ എടുക്കണ്ടല്ലേ ഇതിൽ തന്നെ വെച്ചാൽ പോരെ നമുക്ക് ചിക്കന് ഒന്നിങ്ങനെ മറിച്ചിടുവോ ചിക്കൻ ഇങ്ങനെ ഇളക്കുക. ഇളക്കണ്ട ഇളക്കി അത് ഫുള്ളാണ് പൊട്ടിയും കല്യോ ആയിട്ടാണല്ലോ അങ്ങനെ പിടിച്ചാണ്ട് ഇളക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ വന്നു. ചിക്കൻ സെറ്റാണ് അല്ലെങ്കിൽ കല്യാണം പേരേക്ക് മറ്റു ഉരുട്ടിയാൽ മതി. അങ്ങോട്ട് ഇങ്ങനെ ഉരുട്ടുണ്ട്. ബീഫ് കിട്ടാൻ പറ്റുള്ളൂ. ഓക്കെ സെറ്റാണ് ചിക്കൻ അല്ലല്ലേ നമുക്ക് പാത്രത്തിൽ കോരില്ല തുടങ്ങല്ലോ അപ്പൊ ഒരാടെ വിളിച്ചോണ്ടിട്ടുണ്ടാവും. അപ്പൊ ഗൈസ് ഫുഡൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചു. ബാബുവോ